വീട്ടിലാണെങ്കിൽ ചോറുന്നാൻ പോകാൻ സമയമായിട്ടില്ല. പിന്നെ ചായ എടുക്കുന്ന സമയമാണെങ്കിൽ കഴിഞ്ഞും ചെയ്തു. അപ്പോൾ വല്ലാത്തൊരു പെടല വെട്ട്. സുഹൃത്തുക്കളെ, നാട്ടിൽ മാത്രമല്ല കേട്ടോ ചൂട്. ഞാൻ അതാ വയറ്റിലുള്ളത്. ഉപ്പായ കഴിച്ചിട്ടു. ഞാൻ അവിടെ ഒരു ഫെൻസിങ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിലെങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടൊരു ഈ തലവരെ ഒരു വേലിയിട്ടുള്ള പരിപാടിയാണ്. അവിടെ ചെറിയൊരു 2 കുന്നിൻ്റെ കാല് കൊടുത്തിട്ടുണ്ട്. ഉള്ള പൈപ്പ് വെച്ച് അടിച്ച് ചെയ്ത് ആ മരത്തിൻ്റെ അടുത്തൊരു കാലുണ്ട്. അപ്പോൾ വേലിക്കുള്ള ഒരു കുഴി ഒരു 5-8-10 കുഴി കുത്തിയപ്പോൾ ഇതിന് കുഴങ്ങിപ്പോയി. ഷർട്ടൊക്കെ അയച്ചിട്ട് നിൽക്കുക. നാട്ടിലത്തെ കഥ പറയണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ ആ വിങ്ങലില്ല എന്നുള്ളൂ, ചൂടിനൊരു കുറവില്ല. ചങ്ങന്മാരെ അങ്ങനെ കാലുകളൊക്കെ കൊടുത്തിട്ടോ, പഴയ കാലുകളൊക്കെ എടുത്ത് ഇങ്ങനെ ഒപ്പിച്ചതാ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറണ്ട് പോയി. അപ്പോൾ നമ്മളെ വീഡിയോ ക്ലിയർ ഇല്ല. ഒരു ഐഫോണോ സാംസങ് എന്തെങ്കിലും ഒന്ന് വാങ്ങണം. എല്ലാവരും പറഞ്ഞിട്ട് വീഡിയോ ക്ലിയർ ഇല്ല എന്ന്. അപ്ലോഡ് ചെയ്യണ വരെ നല്ല ക്ലിയർ ഉണ്ടാവും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ഇല്ല. ഏതായാലും ഒരു ഫോണൊക്കെ വാങ്ങണം ഇൻഷാ അല്ലാഹ്. ഇത് ഹംസ മിന്നുവിൻ്റെ അവിടെ ഒരു ദിവസം കൂടി പണിയുണ്ട്. അതിന് മേലെയും താഴെ ഓരോ പൈപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് മേലെന്ന് പൈപ്പ് ഈ ഷെഡിൻ്റെ ഉള്ളിലാണ് മേലുള്ളത്. അതൊക്കെ ഇറക്കിയിട്ടു. അപ്പോൾ അതിന് കറണ്ട് പോയി കുറേ നേരമായി പോയിട്ട്, 1 മണിക്കൂറായി പോയിട്ട്. വീട്ടിലാണെങ്കിൽ ചോറുന്നാൻ പോകാൻ സമയമായിട്ടില്ല. പിന്നെ ചായ എടുക്കുന്ന സമയമാണെങ്കിൽ കഴിഞ്ഞും ചെയ്തു. അപ്പോൾ വല്ലാത്തൊരു പെടല വെട്ട്. ചായ എടുക്കാൻ സമയമാണെങ്കിൽ ചായ അടിച്ച് വരുമ്പോൾ കറണ്ട് വരുന്നില്ല. ചോറുന്നാൻ സമയം ആയിട്ടുമില്ല. നല്ല വെയിലുണ്ട്. ഇനിയിപ്പോൾ ഹംസ മിന്നില്ലേ നമ്മളെ കഴിഞ്ഞ ആഴ്ച വർക്കിന് പോയ അവിടെ ഒരു ദിവസം പണിയും കൂടി ഉണ്ട്. ഈ വെയിലത്ത് ഇപ്പോൾ എങ്ങനെ ഇനി അവിടെ പോയി അന്ന് കുടുങ്ങിയല്ലോ ചൂടുകൊണ്ട്. ഇപ്പോൾ എങ്ങനെ ഒന്നും കൂടി ഒരു ദിവസം കൂടി പോകണമല്ലോ. അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ പണി പൂർത്തിയാക്കി കൊടുക്കണ്ട. അടുക്കളയും കൂടി ഇറക്കി കെട്ടാണ്ട് അറിയാം. മധുരിച്ചിട്ടൊട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടൊട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ സ്ഥിതിയാണ്. അവൻ്റെ അവിടെ പകുതി പണിയാക്കിയിട്ട് പോരാൻ കഴിയില്ലല്ലോ. ചൂട് അന്ന് ആദ്യമായിട്ടൊന്ന് പോയി നാട്ടിൽ പണിയെടുത്ത് നോക്കിയതാണ്. എങ്ങനെയാണ് നാട്ടിലത്തെ ഇൻഡസ്ട്രി പണിക്കാരും മറ്റുള്ള പണിക്കാരൊക്കെ പണിയെടുക്കൽ? അവിടെ വെട്ടലിൻ്റെ പാറ കേട്ടോ. വെട്ടല് പാറയിൽ 4 കുഴിത്തിയപ്പോത്തിന് ഊപ്പാട് ഇളകി കൈ പോന്ന്. എന്താ ചൂട്! ഇപ്പോൾ ഇതാ മഴക്കാരൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ വെയിലൊക്കെ പോയതാ. പെട്ടെന്ന് വെയിൽ പോയി. മഴക്കാലത്ത് നല്ല സുഖമാണ് നാട്ടിൽ പണിയെടുക്കാൻ. പക്ഷേ വേനൽക്കാലത്ത് നടക്കില്ല. ആരെങ്കിലും പണിയില്ലാതെ നിൽക്കണമെങ്കിൽ പറയണേ. നല്ല മഴക്കാലം അടുപ്പിച്ച് നല്ല വർക്കുണ്ട്. ഇഷ്ടം പോലെ പണിയാണ്. എത്ര പണിയാണ് ഒഴിവാക്കണ അറിയാം. ദൂരം ബൈക്കൊന്നും പോയി എടുക്കാൻ പറ്റാതെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ പണിയുണ്ട്. ഞാൻ 5 വർഷമായി വർക്ക് തുടങ്ങിയിട്ട്. 10-15 കൊല്ലം ആപ്പക്കുടിച്ചില്ലേനു വൈത്തിരി ടൗണിൽ തന്നെ. ഇപ്പോൾ 5 വർഷമായി ഇപ്പോൾ ഈ വർക്കിൽ ഞാൻ ഇറങ്ങിയിട്ട്. പണി കുറഞ്ഞിട്ടില്ല. പക്ഷേ ദൂരെ ബൈക്കൊന്നും ആ പണിക്ക് പോകലില്ല കേട്ടോ. ഇവിടുത്തെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ വർക്കുണ്ട്. ഈ വൈത്തിരി പഞ്ചായത്ത്, വഴുതന പഞ്ചായത്ത്, കൽപ്പറ്റ ഏരിയയിൽ തന്നെ ഫുള്ള് വർക്ക് ചെയ്യൽ. പുറമേ ഇഷ്ടംപോലെ വർക്ക് വരുന്നുണ്ട്. യൂട്യൂബ് ചാനലിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ പോകാൻ കഴിയണ്ടേ. പക്ഷേ ഇത് കണ്ടിട്ട് നമ്പർ തരുമോ വെച്ച് മെസ്സഞ്ചറിലൊക്കെ നമ്പർ വാങ്ങിയിട്ട് കുറേ ആൾക്കാർ വർക്ക് വിളിക്കലുണ്ട്. അതേപോലെ തന്നെ ഈ അക്വാപോണിക്സിൻ്റെ സിസ്റ്റത്തിന് പറ്റി അതിൻ്റെ വർക്കിനും വിളിക്കുന്നുണ്ട്. അതിനൊന്നും പോകാൻ നേരമില്ലല്ലോ. ഞായറാഴ്ച അടക്കം പണിയാണ്. ഞായറാഴ്ച നമ്മൾ ലീവ് എടുക്കണമെന്ന് വിചാരിച്ചാൽ അന്നും ചില്ലറ പണികളുണ്ടാവും. ചെറിയൊരു സ്റ്റാൻഡ്, പിന്നെ അതേമാതിരി തന്നെ ഗ്യാസ് വെക്കാൻ കൂട് എന്നൊക്കെ പറയാം. അന്ന് ഒരു ദിവസത്തെ പണിയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ചെറിയ വർക്കുകൾക്കൊക്കെ ഇങ്ങനെ ആൾക്കാർ വിളിച്ചുകൊണ്ട് നിൽക്കുക. കുറേ ആൾക്കാരോട് ഇന്ന് വരാം നാളെ വരാമെന്നൊക്കെ പറയും. പിന്നെ നാളെ വരാം വേറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും. അത് ഓർമ്മയില്ലാതേക്കും ഇയാളോടും പറയാം. പിന്നെ ഓൻ വിളിച്ചാൽ ഫോൺ എടുക്കാതൊക്കെ അല്ലാതെ രക്ഷമുണ്ടോ? ഓനോട് മറന്നുപോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആൾക്കാർ എന്തെങ്കിലും വിചാരിച്ചാൽ അപ്പം നടക്കണേ. മഴ അങ്ങോട്ട് തുള്ളിയിട്ടാൽ പിറ്റേന്ന് നമുക്ക് സീറ്റ് ഉണ്ടാവും. പൈസ കയ്യിലുണ്ടാവും, ടൈമൊക്കെ ഉണ്ടാവും. എന്നാൽ പണിക്കാരെ വിളിച്ചിട്ട് അവരോട് ഒഴിവുണ്ടാകുമ്പോൾ ചെയ്യണ്ടേ? അതൊന്നും ചെയ്യാതെ മഴ അങ്ങോട്ട് തുള്ളിയിട്ട് കഴിഞ്ഞാൽ 4 സ്ഥലത്തു നിന്ന് ഒരുമിച്ചാണ് വിളിക്കും. ഇതുണ്ടോ കോൺക്രീറ്റ് ആണിയാണിത്. കോൺക്രീറ്റ് ആണി ഇതാ എന്തിനാണെന്നറിയാം. ഇത് മേലെ വെച്ചിട്ട് ഇത് ഇരുകാലി കള്ളന്മാർ ഇതിന് വരുന്നുണ്ടെന്നൊരു സംശയം. ചെറിയൊരു പരിപാടി. അങ്ങനെ വെയിലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. മൊത്തതാ ഇന്നടിച്ചാണ് പി ഭാഗം 15-16 മീറ്റർ ഇന്നലെ തീർത്ത പണി. മൊത്തം ജയിലിങ് അടിച്ച് പഴയ സാധനങ്ങൾ ഒപ്പിച്ചാണ്. വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൽ ചേർത്ത് ഇതാക്കി ഒരു ഐഡിയപരമായിട്ട് ഇങ്ങനെ അടിച്ചാണ് വൃത്തിയാക്കി എടുത്ത്.
ഇത് കണ്ടില്ലേ, ഫുള്ള് കോൺക്രീറ്റ് ആണ് കേട്ടോ. ഓരോ അടി ദൂരത്തിൽ ഇങ്ങനെ കോൺക്രീറ്റ് ആണ് വെച്ചേക്കുക. കാരണം കള്ളന്മാർ നല്ല ശല്യം. ഇത് പിന്നെ ചെയിൻ ലിങ്ക്, ടാറ്റൻ്റെ ചെയിൻ ലിങ്ക് ആയതുകൊണ്ട് അതിൻ്റെ സൈഡ് പിരിച്ചിട്ടാണ് വരിക. ഒരു സൈഡ് ഇങ്ങനെ പിരിച്ചിട്ട് മറ്റേ ഭാഗം ഇങ്ങനെ ഓവൽ ഷേപ്പ് വരിക. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ലെവലും കാര്യമൊന്നുമില്ല. ഒക്കെ ഓടിൻ്റെ മേലത്തെ ഓടിൻ്റെ പഴയ പട്ടികയും ഒക്കെ അഴിച്ചെടുത്താണ്ട് അടിച്ചെടുത്താൽ. ഇത് പിന്നെ നെറ്റ് ഫുള്ള് പട്ടിക ഒക്കെ ഉപയോഗിച്ച് ഫുള്ള് ആണി കേട്ടോ. ഇവിടെ പിന്നെ നെറ്റിൻ്റെ പീസ് ഉണ്ടായതുകൊണ്ട് ആണി വല്ലാതെ അടിച്ചില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഗേറ്റ് ഉണ്ടല്ലോ, ഗേറ്റും ഹൈറ്റും കുറഞ്ഞു പോയിക്കണം. എല്ലാ സ്ഥലത്തും ഹൈറ്റ് കൂട്ടിയപ്പോൾ ഗേറ്റ് ഹൈറ്റ് കുറഞ്ഞു. അങ്ങനെ അതും അതിൻ്റെ ആ ഡിസൈൻ അതേപോലെ കട്ട് ചെയ്തെടുത്ത് മേലേക്ക് 2 പൈപ്പും വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് സെറ്റാക്കി. ഈ വീട്ടിൽ ആദ്യം ഒരു മാഷായിരുന്നു എന്നാണ് പറഞ്ഞിട്ട്, മൂപ്പര് വിറ്റ് പോയതാണ്. അപ്പോൾ പുതിയ താമസക്കാർ വന്നപ്പോൾ ഒന്ന് സേഫ്റ്റി ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, 2-3 മാസമായിട്ടോ, കഴിഞ്ഞ റമദാനിൽ തുടങ്ങിയ പണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് 10 ദിവസം ഇങ്ങനെ ലീവ് എടുക്കും. അപ്പോൾ ഷീറ്റ് ഇടൽ, ഓട് മാറ്റി ഷീറ്റ് ഇടൽ, അങ്ങനെ ഫുള്ള് ഫെൻസിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.